ഇന്നത്തെ എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2-3 ഐറ്റം എടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിലേക്ക് ഒരു ചെറിയ പൈപ്പിനെ കയറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിൽ വയ്ക്കാനാണ് കുറച്ച് പ്രയാസം. കണ്ടോ, ഇതിനിവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഗ്ലൂ എടുത്തിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ മിക്സ് എന്ന് പറയുന്നത് എല്ലുപൊടി, ഇല്ല ചകിരിച്ചോറ്, മണൽ, ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ്റെ നാക്ക്, കുറച്ച് എല്ലുപൊടി, ഇത്രയും കൂടെ. അതൊരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും കാര്യം നമുക്കത് ഇടയ്ക്കിടയ്ക്ക് അതിൽ വളം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടി വളം നേരത്തെ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറ്. പിന്നെ എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളായിപ്പോയി, അതുകൊണ്ടാണ് ഫുൾ വീഡിയോ എനിക്ക് അധികം ചെയ്യാൻ പറ്റാത്തത്. ഞാൻ എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് വരുമ്പോഴേക്കും അത് കട്ടായി പോകും കേട്ടോ. അപ്പോൾ ഓരോരോ ഫയൽ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ അടുത്തൊരു ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പിടിച്ചിട്ടുള്ള എല്ലാ വീഡിയോയും എൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ സൈഡിലേക്കാണ് കൊടുക്കാം. കാര്യം ഒരു വള്ളിച്ചെടി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് കൂട്ടത്തിൽ ഇത് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇതും കൂടെ കൊടുക്കുകയാണേ. ഓക്കെ, ഒന്ന് സ്റ്റഡിയാക്കി എടുക്കട്ടെ. വളഞ്ഞു പോകും. ഇത് നമ്മൾ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഗമ്മോ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കേണ്ടതാണ്. ഇപ്പോൾ തൽക്കാലം ഇതിലൂടെ വെക്കുകയാണ്. ഇത് ഫിക്സായി ഇരിക്കുമെന്നാണ് ഒരു ഡൗട്ട് കേട്ടോ. ഇതിനെ ഇങ്ങനെ ഈ ഒരു ലെവലിലാക്കി വയ്ക്കാം. അതൊന്ന് കെട്ടാനായിട്ടൊന്നും എടുത്തിട്ടില്ല. തൽക്കാലം ഇത് വെച്ച് കൊടുക്കും. നിങ്ങൾക്ക് അതെന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വെച്ച് കൊടുക്കുക. നിൽക്കുമോ എന്നതാണ് സംശയം കേട്ടോ. ഈ ഒരു ഐറ്റമാണ് നിൽക്കാത്തത്. കാര്യം അത് വളർന്നിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് നിൽക്കാത്തത്. ഇതാണ് വള്ളിച്ചെടി. അപ്പോൾ ഈ വള്ളിച്ചെടി പിടിപ്പിക്കാനാണ് അത് ഞാൻ എടുത്തിരുന്നത്. ഇതിൻ്റെ പകുതി കളഞ്ഞു കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് അവർ വല്ലാത്ത രീതിയിലാണ് പിടിപ്പിച്ച് വെച്ചിരുന്നത്. അല്ല, ഇതൊരു വൈറ്റ് കളറോ അതോ പിങ്കോ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് തെറ്റിയുടെ ഫ്ലവറല്ലേ, അതേപോലെ ഇരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കും, സെറ്റായി വരാം.
ഇവിടെ ഒന്ന് കെട്ടിയാൽ മാത്രമേ ചരടൊന്നുമില്ല കേട്ടോ കെട്ടാനായിട്ട്. ഇല്ലെങ്കിൽ ഞാനിത് ഒട്ടിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് ഇത് വിചാരിച്ചിരുന്നത്. പക്ഷെ സംഭവം പാളിപ്പോയി. ഒട്ടിക്കാൻ ഗ്ലൂ എൻ്റെ കയ്യിലില്ല. ഞാൻ കൊണ്ടുവന്നാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഇതാണ് കണ്ടോ, കാണാൻ പറ്റുന്നു. കുറച്ചും കൂടെ ബാക്കി ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇതാണ് ഐറ്റം കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഈ ഒരു വള്ളിച്ചെടി ഇങ്ങനെ ചുറ്റി വയ്ക്കണം. കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ മുകളിലേക്ക് വളർന്നു വരുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൂടെ വരണം. അങ്ങനെയാണ് ഉദ്ദേശിച്ച് വച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. ഇതിൻ്റെ ഇവിടെ കെട്ടിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒരു കുഞ്ഞ് ചരട് എവിടെയും കൊണ്ടുവന്നൊന്ന് നോക്കട്ടെ. ദൂരടവും കാണാനായിട്ട് തൽക്കാലം ഒന്ന് കെട്ടി വയ്ക്കാം. ചരട് കൊണ്ട് ഇങ്ങനെ കെട്ടാം. ഈ ഒരു ഷേപ്പാണ് കാണാമോ? ഈ ഒരു ഷേപ്പാണ്. അതിൽ വള്ളിച്ചെടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഷോർട്സിൽ ഇത് ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കാണിക്കാം. അല്ലാതെ ഫുൾ വീഡിയോയിൽ നമുക്കിത് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ പൈപ്പ് വളഞ്ഞിരിക്കുന്നതുകൊണ്ടേ, പൈപ്പല്ലല്ലേ ട്യൂബ് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് ഒന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഇനി വള്ളിച്ചെടിയാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതിന് വളരുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ.